നമ്മുടെ ഈ അമയങ്കോട് പ്രദേശത്ത് എല്ലാ മാസവും നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് മജ്‌ലിസുൻ നൂർ സദസ്സ് നടക്കാറുണ്ട്. അതിനും പുറമെ ഹബീബായിരിക്കുന്ന മുത്തുനബിയുടെ പേരിൽ നടത്തപ്പെടുന്ന സ്വലാത്ത് മജ്‌ലിസും ഉണ്ടാകാറുണ്ട്. വളരെ കൃത്യമായിട്ട് ആ സദസ്സുകളിലൊക്കെ ആവേശത്തോടുകൂടെ പങ്കെടുക്കുന്ന ആളുകൾ, ഞാൻ ആരെയും ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്താനോ അല്ല ഈ മുബാറക്കായിരിക്കുന്ന സദസ്സ് ഉപയോഗപ്പെടുത്തുന്നത്. നമ്മളൊക്കെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട ഒരു വസ്തുതയാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. എല്ലാ മാസവും നടക്കുന്ന ഇത്തരം ിൽ പ്രത്യേകിച്ച് ഒരു വർഷത്തിൽ ഇങ്ങനെ ഒരു 2-3 ദിവസത്തെ പരിപാടിയായിട്ട് നമ്മുടെ വാർഷിക പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഈ മഹത്തായിരിക്കുന്ന സദസ്സിലേക്ക് കടന്നു വരാനും ഇവിടെ അല്പസമയം ഇരിക്കാനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് കൊടുത്തത് വളരെ കുറഞ്ഞ ആളുകൾക്കാണ്. നമ്മളൊക്കെ ആലോചിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ആരോഗ്യം തന്നിട്ടുണ്ട്, നമുക്ക് ഒഴിവ് സമയങ്ങൾ തന്നിട്ടുണ്ട്, നല്ല സുഖസുന്ദരമായിരിക്കുന്ന ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് മിക്ക വീടുകളിലും നൽകിയിട്ടുണ്ട്. പഴയ കാലങ്ങളിലൊക്കെ ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുമ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്തും പറമ്പിലുമൊക്കെ പണിയെടുത്തിട്ട് ആ ക്ഷീണം പോലും വകവെക്കാതെ ഇത്തരം സദസ്സുകളിലേക്ക് ആത്മാർത്ഥമായി കടന്നു വരുന്ന ധാരാളം ആളുകളെ ഒരുപക്ഷെ നമ്മുടെ ഈ നാട്ടിൽ വരെ കാണാൻ സാധ്യമായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് അത്തരം ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും തന്നെയില്ല. വേണമെങ്കിൽ 3 ദിവസത്തെ പരിപാടിക്ക് 3 ദിവസവും ലീവ് എടുക്കാനുള്ള ഒരു സാഹചര്യം ഇന്ന് നമ്മുടെയൊക്കെ മുമ്പിലുണ്ടായിട്ടും ഈ മുബാറക്കായിരിക്കുന്ന മജ്‌ലിസിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തിരഞ്ഞെടുത്തു. അതൊരു വലിയ തൗഫീഖാണ്. അതൊരു വലിയ തൗഫീഖാണ്. മുഅ്മിനായിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ഇത്തരം സുഹൃതങ്ങൾക്ക് തൗഫീഖ് ഉണ്ടാവുക എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുഅ്മിനായ തന്റെ അടിമയെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതിന്റെ അടയാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വിഭാഗത്തിൽ സാധുക്കളായ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികളെ, നമ്മൾ ഇരിക്കുന്ന ഈ മജ്‌ലിസ് മഹാന്മാരായിരിക്കുന്ന സ്വഹാബുൽ ബദരീങ്ങളുടെ ഇസ്മുകൾ പറഞ്ഞ മജ്‌ലിസാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ആയിട്ട് ഇവിടെ നടന്നത് വിശുദ്ധമായിരിക്കുന്ന ദീനിന്റെ പ്രസരണവും അതുപോലെ തന്നെ ആദ്യത്തെ ദിവസം ഹബീബായിരിക്കുന്ന മുത്തുനബിയെ ഓർത്തുകൊണ്ട് അവിടുത്തെ മദ്ഹ് പാടിയാലും അത് പറഞ്ഞാലും മദ്ഹ് തന്നെയാണ്. എങ്ങനെയുമാവാം മുത്തുനബിയെ കുറിച്ചുള്ള ചില ഓർമ്മകൾ കളം കെട്ടി നിൽക്കുന്ന ഇഷ്ക് മജ്‌ലിസ് മിനിഞ്ഞാന്ന് നടന്നു. ഇന്നലെ ഫൈസി ഉസ്താദ് വളരെ സാരസമ്പുഷ്ടമായിരിക്കുന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഇവിടെ സംസാരിച്ചു. ഇൽമിന്റെ പ്രസരണം ഇവിടെ നടന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് ഒന്നരായിരിക്കുന്ന OM സൈനുൽ ആബിദ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള ദുആ മജ്‌ലിസാണ്. നമ്മുടെ ഈ മജ്‌ലിസ്, നമ്മുടെ ഈ വർഷത്തെ പരിപാടി എല്ലാ വർഷത്തെ പോലെയും തന്നെ വളരെ അനുഗ്രഹീതമായിരിക്കുന്ന പരിപാടിയാണ്. കാരണം ആദ്യത്തെ ദിവസം മഹാനായിരിക്കുന്ന പണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ച ഒരു പരിപാടി, ഹബീബായിരിക്കുന്ന മുത്തുനബിയുടെ ഒരു പേരക്കുട്ടിയെ കൊണ്ട് ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് തുടങ്ങിയ പരിപാടി ഇന്ന് മറ്റൊരു പേരക്കുട്ടിയെ കൊണ്ട് ഇവിടെ സമാപനം കുറിക്കാൻ വേണ്ടി പോവുകയാണ്. തെങ്ങന്മാർ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം, നമ്മളൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്ന 2 വ്യക്തിത്വങ്ങളാണ് സാദിഖ് അലി തങ്ങളും ബഹുമാനപ്പെട്ട OM സൈനുൽ ആബിദ് തങ്ങളൊക്കെ. ചെറുപ്പക്കാരാണ്. മാത്രവുമല്ല ഈ വർത്തമാന കാലഘട്ടത്തിൽ നമുക്കൊക്കെ പ്രതീക്ഷയുള്ള 2 സയ്യിദന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ എന്ന് നമ്മളൊക്കെ എല്ലാ സമയത്തും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്വന്തം ചെയ്യുമ്പോ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോ ഈ മഹത്തുക്കളെ നമ്മൾ ഒരിക്കലും തന്നെ വിസ്മരിക്കാൻ പാടില്ല. കാരണം ഈ മഹത്തുക്കളൊക്കെ ഇനിയും ദീർഘകാലം ഈ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി. ആ വലിയ വിശാലമായിരിക്കുന്ന ആ തണലിൽ നമുക്ക് ഒരുപാട് കാലം നമുക്ക് ആസ്വദിക്കാൻ കഴിയണം. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ആലോചിക്കണം, നമ്മളൊക്കെ കാണുമ്പോൾ അവരൊക്കെ നല്ല പ്രൗഢിയിലാണ്, നല്ല വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നു, നല്ല
നല്ല ചുളിനീരാത്ത ഡ്രസ് ഇട്ടുകൊണ്ട് നമ്മളെ സദസ്സിലേക്ക് കടന്നു വരുന്നു. അവരുടെ പരിപാടി കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകുന്നു. പക്ഷെ നമ്മളൊക്കെ ഓർക്കണം, അവരൊക്കെ അവരുടെ വീടുകളിൽ സ്വസ്ഥമായിട്ട് ഒന്നിരിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു ദിവസം പരിപൂർണമായിട്ടും യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി നമ്മൾ ഒരുപക്ഷെ 2 ദിവസം ലീവ് എടുക്കും. എന്നാൽ ഈ സയ്യിദന്മാരൊക്കെ എല്ലാ ദിവസവും, അല്ലെങ്കിൽ തന്റെ വീട്ടിൽ നിന്ന് ഒരു ദിവസം ഇറങ്ങിയാൽ പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവരുടെ വീടുകളിലേക്ക് തിരിച്ചെത്തുന്നത്. എന്താണ് അതുകൊണ്ട് കിട്ടാൻ പോകുന്നത്? നീ എന്ത് കിട്ടിയാലും എന്താ, ഈ ഉമ്മത്തിനു വേണ്ടി അവരൊക്കെ അവരുടെ ഊർജവും അവരുടെ സമയവും അവരുടെ ആരോഗ്യവും അവരുടെ ആനന്ദങ്ങളും ഒക്കെ അവർ ഈ ഉമ്മത്തിനു വേണ്ടി ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ എന്ന് നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഇരിക്കുന്ന ഈ മജ്ലിസ് മുബാറക്കായിരിക്കുന്ന മജ്ലിസാണ്. ഈ മജ്ലിസിന്റെ പ്രാധാന്യം ബോധ്യപ്പെടാൻ വേണ്ടി ഒരു ചെറിയ സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇത് സമയം തികക്കാൻ വേണ്ടി ഒരു ചരിത്രം പറഞ്ഞ് നിങ്ങളെ സമയം നീട്ടിക്കൊണ്ടുപോകുന്ന ഉദ്ദേശത്തിൽ പറയുന്നതല്ല. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ ഇന്ന് മാത്രമല്ല, ഇനിയും വരുന്ന വർഷങ്ങളിലൊക്കെ ഇത്തരം സദസ്സുകൾ ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോ, അല്ലെങ്കിൽ മാസം തോറും നമ്മുടെ പള്ളിയിൽ നടക്കുന്ന മജ്ലിസിന്റെയും മജ്ലിസുൻ നൂറിന്റെയും സ്വലാത്തിന്റെയും ഒക്കെ സദസ്സുകൾ, അതിന്റെ പ്രാധാന്യം എത്രയാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മഹാന്മാർ കിതാബ് രേഖപ്പെടുത്തിയ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. മഹാനായിരിക്കുന്ന കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ മൂസാ നബി ജീവിച്ചിരുന്ന ആ സമൂഹത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ജീവിതത്തിൽ തിന്മകളുമായി മാത്രം ബന്ധപ്പെട്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം തിന്മ ചെയ്യുന്നതല്ലാതെ നാട്ടുകാർക്ക് ആർക്കും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ താന്തോന്നിയായി കൊണ്ട് ജീവിക്കുന്ന ഒരു ചുറ്റുപാടായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹം ഒരിക്കൽ മരണപ്പെട്ടു. ഒരു ദിവസം മരണപ്പെട്ടപ്പോ വേണ്ടത്ര പരിഗണന കൊടുത്തില്ല എന്ന് മാത്രമല്ല, ആ ജനാസയെ കുളിപ്പിക്കാനോ, ആ ജനാസയെ കഫൻ ചെയ്യാനോ, ആ ജനാസയെ മറവ് ചെയ്യാനോ അവർ തയ്യാറായില്ല. ആ ജനാസയെ അവർ അവഗണിച്ചു പോയി. ആ ജനാസയുടെ വീട്ടിലേക്കൊന്ന് കയറി ചെല്ലാൻ പോലും അവർക്ക് മനസ്സ് തോന്നിയില്ല. മുഅ്മിനീങ്ങളെ, ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാടിന്റെ പ്രവാചകനായിരിക്കുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വഹി അറിയിക്കുന്നത്. ഫഅല്ലാഹു തആല ഇലാ മൂസാ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല വഹി അറിയിച്ചു കൊടുക്കുകയാണ്. വഖാല യാ മൂസാ, അല്ലാഹു തആല മൂസാ നബിയോട് പറയുകയാണ്, വഹുവ വലിയ്യും മിൻ, മൂസാ നബിയെ, ആ മരണപ്പെട്ട വ്യക്തി എന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയ, അദ്ദേഹം നിങ്ങൾ കാണുന്നത് പോലെ, നിങ്ങളുടെ നാട്ടുകാർ കണ്ടതുപോലെ അദ്ദേഹം ഒരു തമ്മാടിയായിരിക്കുന്ന മനുഷ്യനല്ല. അതുകൊണ്ട് ഫദ്ഹബ് അൻത, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറയുന്നു, നിങ്ങൾ ആ വീട്ടിലേക്ക് ചെല്ലണം. വഗ്സിൽഹു, ആ മയ്യിത്തിനെ നിങ്ങൾ കുളിപ്പിക്കണം. വകഫിൻഹു, ആ മയ്യിത്തിനെ നിങ്ങൾ കഫൻ ചെയ്യണേ മൂസാ നബിയെ. വസല്ലി അലൈഹി, ആ മയ്യിത്തിന്റെ മേൽ നിങ്ങൾ നിസ്കരിക്കുകയും ചെയ്യണം. എല്ലാ കർമ്മങ്ങളും നിങ്ങളുടെ നേതൃത്വത്തിൽ നടക്കണം. അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വഹി അറിയിച്ചു കൊടുത്തു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ വഹി പ്രകാരം ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇതിന്റെ പിറകിലുള്ള രഹസ്യം മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടായി. എന്തേ ഇങ്ങനെ സംഭവിക്കാൻ കാരണം ഒരു നാട് മുഴുവനും ഒഴിവാക്കപ്പെട്ട ഒരു വ്യക്തി, ഒരു നാട് മുഴുവനും അവഗണിക്കപ്പെട്ട ഒരു വ്യക്തി എങ്ങനെയാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാനായി മാറിയത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആഖിർ സമാനിൽ ജീവിക്കുന്ന നമ്മളൊക്കെ ഈ അവസാന കാലഘട്ടത്തിലുള്ള ചവറുകളാ, ഈമാൻ കുറഞ്ഞ ആൾക്കാരാ, അമല് കുറഞ്ഞ ആളുകളാ. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അങ്ങനെയുള്ള നമ്മൾ
ഈ ചരിത്രത്തിൽ നിന്ന് ഒരുപാട് പാഠം പഠിക്കാനുണ്ട്. അത് മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ വ്യക്തിയെ കുറിച്ച് ചോദിക്കുകയാണ്, എന്തേ അല്ലാഹുവേ ഇങ്ങനെ ആയത്? അദ്ദേഹത്തിനെ കുറിച്ച് നാട്ടുകാരൊക്കെ പറഞ്ഞത് നീ പറഞ്ഞ അഭിപ്രായമല്ലല്ലോ, അവരൊക്കെ പറഞ്ഞത്. നാട്ടുകാർക്കൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് വളരെ മോശമായിരിക്കുന്ന അഭിപ്രായമാണ്. ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ മൂസാ സദഖ ഖൗമുഹു. അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ നാട്ടുകാർ പറഞ്ഞ അഭിപ്രായം സത്യം തന്നെയാ. അവര് പറഞ്ഞത് കളവൊന്നുമല്ല, അവര് പറഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷേ ആ തെമ്മാടിയായിരിക്കുന്ന ആ ചീത്ത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് എന്നോട് ചില കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ദുആ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ജീവിതകാലത്ത് ചെയ്തതായിരിക്കുന്ന ചില അമലുകൾ വെച്ചുകൊണ്ട് എന്നോട് അദ്ദേഹം ശുപാർശ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എന്നോട് ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. ആ ക്ഷമാപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അദ്ദേഹത്തിന് എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുത്തു മൂസാ നബിയേ. അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് തന്നെ എന്റെ ഇഷ്ടദാസന്മാരിൽ പെടാൻ അദ്ദേഹത്തിന് സൗഭാഗ്യം ലഭിച്ചു. 3 കാര്യങ്ങളാണ് അദ്ദേഹം എന്നോട് അദ്ദേഹത്തിന്റെ ദോഷം പൊറുക്കാൻ വേണ്ടി അദ്ദേഹം എന്നോട് അപേക്ഷിക്കുന്ന സമയത്ത് 3 കാര്യങ്ങളാണ് അദ്ദേഹം എന്റെ മുന്നിൽ വെച്ചത്. മഹാനായിരിക്കുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹുവേ ഏതാണ് ആ 3 കാര്യങ്ങൾ? ഇത്രമാത്രം ദോഷിയായ തമ്മാടിയായിരിക്കുന്ന ആ മനുഷ്യന് നിങ്ങൾ പുറത്തു കൊടുക്കാൻ കാരണമായിരിക്കുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാ? അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. ലമ്മാ ദനത വഫാതുഹു, മൂസാ നബിയേ അദ്ദേഹത്തിന്റെ മരണം ആസന്നമായിരിക്കുന്ന സമയത്ത് ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നതിന്റെ തൊട്ടുമുമ്പായി കൊണ്ട് അദ്ദേഹം മരണപ്പെടാൻ പോവുകയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുകയാണ്, യാ റബ്ബീ, അല്ലാഹുവേ അൻത തഅലമു മിന്നീ, പഠിച്ചോനെ എന്റെ അവസ്ഥ നിനക്കറിയാലോ റബ്ബേ. അല്ലാഹുവേ എന്റെ അവസ്ഥ നിനക്കറിയാമല്ലോ, ഞാൻ ദോഷിയാണ്, തമ്മാടിയാണ് എന്നൊക്കെ നിനക്കറിയാം. പക്ഷേ വകുന്തു അക്റഹുൽ മഅസിയത ഫീ ഖൽബി, ഞാൻ ഒരുപാട് ദോഷങ്ങൾ ചെയ്ത ആൾ തന്നെയാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷേ ആ ദോഷങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ദോഷങ്ങളോട് മാനസികമായിട്ടൊരു വെറുപ്പ് എന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഒന്നാമത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ദോഷമൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ ദോഷം ചെയ്യുമ്പോഴും മാനസികമായിരിക്കുന്ന ഒരു ദേഷ്യം, ഒരു വെറുപ്പ് ആ ദോഷങ്ങളോട് എന്റെ ഖൽബിലുണ്ടായിട്ടുണ്ട്. ആ ഒരു മാനസികമായ അവസ്ഥയിലാണ് ഞാൻ ദോഷം ചെയ്തിട്ടുള്ളത് എന്ന് ആ മനുഷ്യൻ ആദ്യമായി എന്നോട് പറഞ്ഞു. രണ്ടാമതായി കൊണ്ട് എന്നോട് പറഞ്ഞത്, വകാന മഖാമി മഅൽ ഫിസ്ഖാ, അല്ലാഹുവേ ഞാൻ ജീവിതത്തിന്റെ എന്റെ എല്ലാ സമയങ്ങളും, എന്റെ മിക്ക സമയങ്ങളും ഞാൻ തമ്മാടികളായിരിക്കുന്ന ആളുകളുടെ കൂടെയാണ് ഞാൻ ചെലവഴിച്ചിട്ടുള്ളത്. എന്റെ ഒരുപാട് സമയങ്ങൾ തമ്മാടികളോടൊപ്പം ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷേ വലാകിൻ ഉഹിബ്ബു സുഹ്ബത്തസ് സാലിഹീൻ, അവിടെയാണ് നമ്മൾ അടിവരേണ്ടത്. അവിടെയാണ് മജ്ലിസുൻ നൂർ സദസ്സിന്റെ, അവിടെയാണ് സ്വലാത്തിന്റെ മജ്ലിസിന്റെ സദസ്സിന്റെ പ്രസക്തി നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മനുഷ്യൻ പറയാ, ഞാൻ എന്റെ ജീവിതത്തിൽ ഒട്ടുമിക്ക സമയത്തും ഫാസിഖീങ്ങളായിരിക്കുന്ന തമ്മാടികളോട് കൂടെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ വലാകിൻ ഉഹിബ്ബു സുഹ്ബത്തസ് സ്വാലിഹീൻ, പക്ഷേ എനിക്ക് സ്വാലിഹീങ്ങളായിരിക്കുന്ന ആളുകളോടുള്ള സഹവാസം ഇഷ്ടമായിരുന്നു. സംഗതി ഞാൻ മോശക്കാരനൊക്കെ തന്നെയാണെങ്കിലും നിന്റെ സ്വാലിഹീങ്ങളായിരിക്കുന്ന അടിമകളോടുള്ള സഹവാസം, അവരോടൊരു സുഹബത്ത് ഉണ്ടാവുക എന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്രവൃത്തിയായിരുന്നു.
മജ്ലിസുന്നൂറിന്റെ സദസ്സിൽ ആവേശത്തോടുകൂടി എത്തിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, ഈ സദസ്സിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് ഭൗതികമായിരിക്കുന്ന ഒരു താല്പര്യത്തിന് വേണ്ടിയല്ല. മഹാന്മാരായിരിക്കുന്ന സ്വഹാബുൽ ബദരീങ്ങളോടുള്ള ഒരു സുഹബത്ത് ആഗ്രഹിച്ചുകൊണ്ടാണ്, സ്വഹാബുൽ ബദരീങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ് ഈ സമയത്ത് സുഖസുന്ദരമായി നമ്മുടെ വീടുകളിൽ കടന്നുറങ്ങേണ്ട നമ്മൾ, അതല്ലെങ്കിൽ ടിവിയിലോ മറ്റോ സീരിയലുകളോ സിനിമകളോ കണ്ടുകൊണ്ട് ആസ്വദിക്കേണ്ട നമ്മൾ, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ മറ്റു പല ഹറാമുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിയാൻ നമുക്ക് സാധ്യമായിട്ടോ ഈ സദസ്സിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് മഹാന്മാരായിരിക്കുന്ന അസ്ഹാബുൽ ബദരീങ്ങളുടെ സുഹബത്ത് ആഗ്രഹിച്ചുകൊണ്ട്, അസ്ഹാബുൽ ബദരീങ്ങളുടെ സ്നേഹം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മെ ഈ സദസ്സിലേക്ക് കൊണ്ടുവന്നത്. അതേ വിഷയം തന്നെയാണ് ആ മനുഷ്യനും അല്ലാഹു തആലയോട് പറഞ്ഞത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് അതാ. മൂന്നാമത് ആ സഹോദരൻ, ആ മനുഷ്യന് പറയുകയാണ്, അന്ന സ്വാലിഹത കാനൂ അഹബ്ബ ഇലയ്യ മിനൽ ഫാസിഖീൻ. പഠിച്ചോനെ, ഞാൻ ഒരുപാട് ഫാസിഖീങ്ങളുടെ കൂടെ ഞാൻ ജീവിച്ചിട്ടുണ്ട്, എന്നൊക്കെ ശരിയാണ്. പക്ഷേ ഫാസിഖീങ്ങളായ ആളുകളെക്കാൾ എനിക്ക് കൂടുതൽ സ്നേഹം, കൂടുതൽ ഇഷ്ടം നിന്റെ സ്വാലിഹീങ്ങളായിരിക്കുന്ന ആളുകളോടായിരുന്നു. അവരോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്, അവരോടാണ് എനിക്ക് വലിയ സ്നേഹം ഉണ്ടായിരുന്നത് എന്ന മനുഷ്യൻ പറയാം. എത്രത്തോളം ആ മനുഷ്യൻ പറയുന്നു, ഹത്താ ലൗ ഇസ്തഖബലനി റജുലാനി സ്വാലിഹുൻ വ ത്വാലിഹുൻ. എന്റെ അടുത്തേക്ക് ഒരേ സമയത്ത് സ്വാലിഹായിരിക്കുന്ന ഒരു മനുഷ്യനും ഒരു സ്വാലിഹല്ലാത്ത ഫാസിഖായിരിക്കുന്ന തമ്മാടിയായിരിക്കുന്ന ഒരു മനുഷ്യനും കടന്നു വന്നാൽ ലഖദ്ദംതു ഹാജത സ്വാലിഹി അല ത്വാലിഹി, ഞാൻ ആ സ്വാലിഹായിരിക്കുന്ന മനുഷ്യന്റെ ആവശ്യമാണ് മറ്റേ മനുഷ്യന്റെ, ആ ഫാസിഖായിരിക്കുന്ന മനുഷ്യന്റെ, മോശമായിരിക്കുന്ന ആ മനുഷ്യന്റെ ആവശ്യത്തിനേക്കാളും മുൻതൂക്കം നൽകിക്കൊണ്ട് സ്വാലിഹായിരിക്കുന്ന മനുഷ്യന്റെ ആവശ്യം ഞാൻ പൂർത്തീകരിച്ചു കൊടുക്കും, അദ്ദേഹത്തിന്റെ ആവശ്യ പൂർത്തീകരണത്തിൽ ഞാൻ താല്പര്യം കാണിക്കും എന്ന് ആ മനുഷ്യൻ സക്കറാത്തിന്റെ ഹാലിൽ കടന്നുകൊണ്ട് അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുവിനോട് പറയുന്നു. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നു അല്ലാഹുവിനോട്, ലൗ അഫൗത വഗഫർത ദുനൂബി. പഠിച്ചോനെ, ഞാൻ ഈ മൂന്ന് കാര്യങ്ങൾ നിന്നെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ എന്നോട് ചോദിക്കുകയാണ്, നീ എന്റെ ദോഷങ്ങളൊക്കെ പുറത്തു തരികയാണെങ്കിൽ, നീ എന്നോട് കരുണ കാണിക്കുകയാണെങ്കിൽ, മാപ്പ് ചെയ്യുകയാണെങ്കിൽ, യഫ്റഹു ഔലിയാഉക വ അംബിയാഉക. അപ്പൊ എന്താ സംഭവിക്കുക? സംഗതി ഞാൻ മോശക്കാരനാണെങ്കിലും ഈ സമയത്ത് നീ എനിക്ക് പുറത്തു തന്നാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് യഫ്റഹു ഔലിയാഉക വ അംബിയാഉക, നിന്റെ ഔലിയാക്കളായ നിന്റെ പ്രവാചകന്മാരായിരിക്കുന്ന സ്വാലിഹീങ്ങളൊക്കെ സന്തോഷിക്കും, അവർക്കൊക്കെ വലിയ സന്തോഷമുണ്ടാകും. കാരണം ഞാൻ അവരെ സ്നേഹിച്ച ആളാ. ഞാൻ മോശക്കാരനാണെങ്കിലും അവരുടെ സുഹബത്ത്, അവരുടെ സഹവാസം ഇഷ്ടപ്പെട്ട ആളാ. അതുകൊണ്ട് തന്നെ നീ എനിക്ക് ഇപ്പൊ പുറത്തു തരികയാണെങ്കിൽ നിന്റെ സ്വാലിഹീങ്ങളെല്ലാം സന്തോഷിക്കുന്നതാണ്. മാത്രമല്ല വയഹ്സുനു ശൈത്വാൻ അദുവീ വഅദുവുക, മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്ന പിശാചുണ്ടല്ലോ, ആ പിശാചും അവന്റെ അനുയായികളൊക്കെ നിന്റെ ശത്രുവായ, എന്റെ ശത്രുവായ പിശാചുണ്ടല്ലോ, ആ പിശാചിന്റെ ദുർബോധനങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ടാണ് ഞാൻ പല സമയത്തും തെറ്റുകൾ ചെയ്തിട്ടുള്ളത്. ആ പിശാചും അനുയായികളൊക്കെ ദുഃഖിക്കുകയും ചെയ്യും, അവർക്ക് വലിയ ദുഃഖം ഉണ്ടാകും. കാരണം ജീവിതത്തിൽ ഉടനീളം അവര് ഒരാളെങ്ങനെ സെറ്റപ്പാക്കി കൊണ്ടുവന്നതാ. നാളെ ആഖിറത്തിലേക്ക്, നരകത്തിലേക്കുള്ള ഒരു വിറകുള്ളിയായി എന്നെ അവര് തയ്യാറാക്കിയതാ. പക്ഷേ അവസാന നിമിഷം വെച്ചുകൊണ്ട് നീ എനിക്ക് പുറത്തു തന്നാൽ നരകത്തിന്റെ വിറകാകുന്നതിന് പകരം ഞാൻ നിന്റെ സുഖലോക സ്വർഗത്തിന്റെ ആളായി മാറും. അതുകൊണ്ട് തന്നെ പിശാചിനും അവന്റെ അനുയായികൾക്കൊക്കെ വലിയ സങ്കടം ഉണ്ടാകും. അതേ സമയത്ത് നിന്റെ സ്വാലിഹീങ്ങളായിരിക്കുന്ന ഔലിയാക്കൾ, അമ്പിയാക്കൾ സന്തോഷിക്കുകയും ചെയ്യും. അല്ല മറിച്ചാണെങ്കിലോ, അല്ലാഹുവേ ഈ സമയത്ത് നീ എന്നെ കൈവടിയുകയാണെങ്കിൽ, ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്,
ലൗ അദബ്തനി, എന്റെ ദോഷം കാരണമായി കൊണ്ട് നീ എന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ, എന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടാതെ ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് ശിക്ഷ ഉണ്ട് എന്ന് ഉറപ്പാണ്. നീ എന്നെ ശിക്ഷിച്ചാൽ ബിദുനൂബി, എന്റെ ദോഷങ്ങൾ കാരണമായി നീ എന്നെ ശിക്ഷിച്ചാൽ യഫ്റഹു ശൈത്വാനു വഅവാനുഹു, എന്താ സംഭവിക്കുക? നീ എന്നെ ശിക്ഷിച്ചാൽ ഇവിടെ സന്തോഷിക്കുന്നത് നിന്റെയും എന്റെയും ഒക്കെ ശത്രുവായിരിക്കുന്ന പിശാചും അവന്റെ അനുയായികളുമാണ്. പിശാചിനും അനുയായികൾക്കും വലിയ സന്തോഷം ഉണ്ടാകും. കാരണം അവരുടെ ഒരുപാട് വർഷക്കാലത്തെ പ്രയത്നം വിജയിച്ച സന്തോഷം അവർ രേഖപ്പെടുത്തുന്നതാണ്. പകരം യഹ്സുനുൽ അംബിയാ വൽ ഔലിയാ, നിന്റെ സ്വാലിഹീങ്ങളായ നിന്റെ ഔലിയാക്കളും നിന്റെ അമ്പിയാക്കളും ഒക്കെ ദുഃഖിക്കുകയും ചെയ്യും. അവർക്ക് വലിയ ദുഃഖം ഉണ്ടാകും. എന്തേ കാരണം? ജീവിതത്തിൽ അവരെ സ്നേഹിച്ച ഒരു വ്യക്തി, ജീവിതത്തിൽ അവരുടെ സ്വഹബത്തെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി തെറ്റുകൾ ചെയ്യുമ്പോഴും ആ തെറ്റുകളോട് മാനസികമായിട്ട് വെറുപ്പ് പ്രകടിപ്പിച്ച ഒരു വ്യക്തിയെ പടച്ചോനെ നീ ശിക്ഷിച്ചല്ലോ എന്ന ഒരു ദുഃഖം അവർക്കൊക്കെ ഉണ്ടാകും. ആ മനുഷ്യൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പറഞ്ഞു അത് കാരണമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആ മനുഷ്യൻ പറയുന്നു, ഫഗ്ഫിർലി, പടച്ചോനെ എന്റെ ദോഷങ്ങളൊക്കെ നീ എനിക്ക് പുറത്തു തരണമേ, വർഹംനി, എനിക്ക് നീ കരുണ ചെയ്യുകയും ചെയ്യണമേ എന്ന് ആ മനുഷ്യൻ മൂസ നബിയെ അല്ലാഹു തആല മൂസ നബിയോട് പറയുകയാണ്. ആ മനുഷ്യൻ മരണത്തിന്റെ സമയത്ത് എന്നോട് ഒരു അപേക്ഷ സമർപ്പിച്ചു പോയി മൂസ നബിയെ. അത് കാരണമായി കൊണ്ട് അദ്ദേഹത്തിന് ഞാൻ പുറത്തു കൊടുത്തു. എന്റെ സ്വാലിഹീങ്ങളായിരിക്കുന്ന ആളുകളോടുള്ള സഹവാസം ഇഷ്ടപ്പെട്ട കാരണത്താൽ, അവരെ സ്നേഹിച്ച കാരണത്താൽ, അതിന്റെ ബറക്കത്ത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ദോഷങ്ങളൊക്കെ പുറത്തു കൊടുത്തു. അദ്ദേഹത്തിന് മാത്രമല്ല പുറത്തു കൊടുത്തത്, ഫഇന്നി അഗ്ഫിറു ബിഹുർമതിഹി ലിമൻ സല്ല അലാ ജനാസതിഹി, അദ്ദേഹത്തിന്റെ ജനാസ നിസ്കാരത്തിൽ ആരൊക്കെയാണോ പങ്കെടുത്തത്, ആരൊക്കെയാണോ അദ്ദേഹത്തിന് വേണ്ടി ജനാസ നിസ്കരിച്ചത്, അവർക്ക് മുഴുവനും ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട് മൂസ നബിയേ. ഈ മനുഷ്യന്റെ ഈ നന്മ കാരണത്താൽ എന്റെ മഹാന്മാരായിരിക്കുന്ന അമ്പിയാക്കളെ സ്വാലിഹീങ്ങളെ ഇഷ്ടം വെച്ചു എന്നുള്ള ആ മഹത്തായിരിക്കുന്ന നന്മ കാരണത്താൽ അദ്ദേഹത്തിന് ഞാൻ പുറത്തു കൊടുത്തതുപോലെ അദ്ദേഹത്തിന്റെ പേരിൽ ജനാസ നിസ്കരിച്ച എല്ലാവർക്കും ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഇരിക്കുന്ന മജ്ലിസിന്റെ മഹത്വം നമ്മളൊക്കെ മനസ്സിലാക്കണം. ഈ മജ്ലിസിൽ അല്പസമയം വൈകിയാലും നമ്മളൊന്നും ആശങ്കപ്പെടേണ്ടതില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ സമയങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. നാളെ റബ്ബിന് മുമ്പിൽ നമ്മുടെ ജീവിതത്തിന്റെ ആയുസ്സിന്റെ ഓരോ സമയങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് നമ്മൾ മറുപടി പറയേണ്ടി വരും. സമയങ്ങളെ കുറിച്ച് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിഅമത്തുകളെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനുണ്ട്. ഓരോ നിഅമത്തുകളെ കുറിച്ചും വ്യക്തമായി കൊണ്ട് നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ടുള്ള ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവുകയും ആ ചോദ്യം ചെയ്യലിനൊക്കെ വ്യക്തമായിരിക്കുന്ന മറുപടി പറയേണ്ട ഒരു ദിവസം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനുണ്ട്. അതുകൊണ്ട് ഇത്തരം മഹത്തായിരിക്കുന്ന സദസ്സുകളിലൊക്കെ പങ്കെടുക്കാൻ നമുക്കൊരവസരം കിട്ടിയാൽ ആ അവസരത്തെ നമ്മളൊക്കെ പരിപൂർണമായിട്ടും നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ അപേക്ഷിക്കാനുള്ളത്. നമ്മുടെ നാട്ടില് മജ്‌ലിസ് നൂർ ഉണ്ടാകാറുണ്ട്, സ്വലാത്ത് ഉണ്ടാകാറുണ്ട്, നമ്മൾക്കൊക്കെ തിരക്കാണ്. നമുക്കൊന്നും ഒഴിവുണ്ടാകാറില്ല. ഞാൻ നിങ്ങളെ ആരെയും ആക്ഷേപിക്കില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, വളരെ ആവേശത്തോടു കൂടെ കൃത്യമായിട്ട് എല്ലാ മജ്‌ലിസിലും പങ്കെടുക്കുന്ന ഉമ്മമാരുണ്ട്. നമ്മളൊക്കെ ആലോചിക്കണം, നമ്മുടെ തിരക്കുകളൊക്കെ കഴിയുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിലേക്ക് വരാനുണ്ട്. ആ ദിവസത്തിൽ നമുക്ക് ഒരു തിരക്കുണ്ടാവില്ല. നമ്മളെ കാണാൻ വരുന്ന ആളുകൾക്ക് തിരക്കുണ്ടാവും.
അല്ലേ? കാണാൻ വരുന്നവർക്ക് തിരക്കുണ്ടാവും. പഴയ കാലത്തൊക്കെ മരിച്ചൊരു വീട്ടിൽ ചെന്നാൽ ഒരുപാട് സമയം അവിടെ ഇരിക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് ആ മയ്യത്തിന് വേണ്ടി ഖുർആൻ പാരായണങ്ങളും തെളിവിലൊക്കെ ചൊല്ലിയിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞുപോയി. ഇന്ന് ഈ പറയുന്ന ഞാനടക്കം, ഞാൻ എന്റെ സ്വഭാവമാണ് വിളിച്ചു പറയുന്നത്, ഈ പറയുന്ന ഞാനടക്കം ഒരു ജനാസ ഉള്ള ഒരു വീട്ടിലേക്ക്, ഒരു മരിച്ച വീട്ടിലേക്ക് കയറി ചെന്നാൽ ഒരു യാസീനോദി ദുആ ചെയ്യാൻ പോലും നമുക്ക് ധൃതിയാണ്, നമുക്ക് തിരക്കാണ്. അയാൾ ഓടുകയാണ്. പക്ഷെ ആ കിടക്കുന്ന മയ്യത്ത് നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കിടക്കുന്ന മയ്യത്ത് നമ്മളോട് ചില ശബ്ദമില്ലാത്ത ഭാഷയിൽ ചില കാര്യങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധ്യമല്ല, പക്ഷേ ആ മയ്യത്തിന്റെ മുഖത്ത് നോക്കിയാൽ നമുക്കത് വായിച്ചെടുക്കാൻ കഴിയും. അദ്ദേഹം നമ്മളോട് പറയാ, പ്രിയപ്പെട്ട സഹോദര, ഇത് ഈ രൂപത്തിലുള്ള നിന്റെ ഈ തിരക്ക്, ഇതൊക്കെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. എന്റെ അവസ്ഥ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇന്നെനിക്കൊരു തിരക്കൂല്ല, ഞാൻ ഇന്ന് ഫ്രീയാണ്. എത്ര സമയം വേണമെങ്കിലും എനിക്ക് ഫ്രീ ടൈമാണ്. അതുകൊണ്ട് ഈ ദുനിയാവിന്റെ പിന്നാലെയുള്ള ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ എന്റെ ഈ അവസ്ഥയെ കുറിച്ച് നീ ഒന്ന് ആലോചിക്കണം. എന്റെ ഈ അവസ്ഥയെ കുറിച്ച് നീ ഒന്ന് ചിന്തിക്കണേ. ഈ ഒരു അവസ്ഥയിലേക്ക് നീയൊക്കെ നാളെ എത്തിപ്പെടാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവിന് വേണ്ടിയുള്ള ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ ആഖിറം മറക്കല്ല സഹോദരാ. ഒരുപാട് കാര്യങ്ങൾ ആ മയ്യത്ത് നമ്മളോട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതൊക്കെ നമുക്ക് ആ മയ്യത്തിന്റെ മുഖത്തേക്ക് കുറച്ച് സമയം ഇങ്ങനെ നോക്കിയിരുന്നാൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ ഒരുപാട് നിഅമത്തുകൾ നമ്മൾ ഓരോ സമയത്തും അനുഭവിച്ചുകൊണ്ട് ഈ ഭൂമിലോകത്ത് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിഅമത്തുകൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യുന്ന ദിവസം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനുണ്ട്. ആ ദിവസം കടന്നു വരുമ്പോ അതിന് വ്യക്തമായിരിക്കുന്ന മറുപടി നമ്മുടെ കയ്യിൽ ഉണ്ടാകുമോ എന്ന് നമ്മളൊക്കെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒറ്റ കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഏതാനും സമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരും. മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം മദീന പള്ളിയിൽ ഇശാ നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിച്ചു. ഇശാ നിസ്കാരത്തിന് വേണ്ടി വാക്ക് വിളിച്ചപ്പോ മഹാന്മാരായിരിക്കുന്ന സ്വഹാബത്തൊക്കെ നിസ്കാരത്തിന് റെഡിയായി നിൽക്കുകയാണ്. അവരൊക്കെ മുത്തുനബിയെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഓരോ നിസ്കാരങ്ങളും അവർക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന വിഷയങ്ങളാണ്. നമ്മളെ പോലെയല്ല ആർക്കാനും വേണ്ടി നിസ്കരിക്കുന്ന, അല്ലെങ്കിൽ നിസ്കാരം എന്ന് പറയുന്ന ആ കടമ നിർവഹിക്കുന്ന വിഭാഗത്തിലല്ല അവരൊക്കെ ഉള്ളത്. ഖാലിഖായിരിക്കുന്ന റബ്ബുമായി കൊണ്ടുള്ള മുനാജാത്തിലായി, ആ ഇബാദത്തിന്റെ ലഹരിയിലായി ഹബീബായിരിക്കുന്ന മുത്തുനബിയുടെ പിന്നിൽ നിന്നുകൊണ്ട് നിസ്കരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സഹാബത്തിന്റെ മുന്നിലേക്ക് ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം നിൽക്കാൻ വേണ്ടി കടന്നു വന്നു. മുത്തുനബി ഇമാം നിസ്കരിച്ചു. മഹാന്മാരായ സ്വഹാബത്തിനൊക്കെ വലിയ സന്തോഷമായി. ഇശാ നിസ്കാരമാണ്, ഇനി അല്പസമയം വീടുകളിലൊക്കെ പോയി ഉറങ്ങി വീണ്ടും സുബഹിക്ക് പള്ളിയിലേക്ക് ആവേശത്തോടുകൂടെ കടന്നു വരാൻ വേണ്ടി അവരൊക്കെ തയ്യാറെടുക്കുകയാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞു. ഇശാ നിസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവിന് വിപരീതമായി അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നു. അപ്പൊ സ്വഹാബത്തിനൊക്കെ മനസ്സിലായി എന്തോ കാര്യമായിട്ട് മുത്തുനബിക്ക് എന്തോ പറയാനുണ്ട്. കാരണം ഇത് പതിവില്ലാത്തതാ. പക്ഷേ മറ്റു പല സമയങ്ങളിലും ആ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റു പല സമയങ്ങളിലും ഇശായിന് ശേഷം മുത്തുനബി തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. അത് പ്രത്യേകമായിരിക്കുന്ന വിഷയങ്ങൾ സ്വഹാബത്തിനെ അറിയിക്കാനോ, അല്ലെങ്കിൽ വഹയ്യൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വഹാബത്തിനെ അറിയിക്കാനോ ഒക്കെ ആയിരിക്കും. സ്വഹാബത്ത് ആ ഒരു ചിന്തയിൽ മുത്തുനബിയുടെ ആ കൽപ്പന അംഗീകരിച്ചുകൊണ്ട് ആ സദസ്സിൽ അങ്ങനെ ഇരിക്കുകയാണ്.
ആ സദസ്സിലിരിക്കുകയാണ്. ആ സദസ്സിലിരിക്കുന്ന സമയത്ത് സാഗോദം ഹബീബായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ആ മുത്തുമണികളെ പെറുക്കിയെടുക്കാൻ വേണ്ടിക്കൊണ്ട് അവരൊക്കെ സാഗൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാ. ആ സമയത്ത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് ഒന്നരായിരിക്കുന്ന നമ്മുടെ ആത്മീയ നായകൻ ബഹുമാനപ്പെട്ട സയ്യിദ് വൈഎം സൈനുൽ ആബിദീൻ തങ്ങൾ കടന്നു വരുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ